ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലേ. രാജ്യം ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഈ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. UDF MP മാരും കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധിയും ഉടൻ തന്നെ ഛത്തീസ്ഗഡിലേക്ക് എത്തുന്നുണ്ട്. ദുർഗ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്കായി ഇന്ന് ജാമ്യാപേക്ഷയും നൽകും. അതേസമയം ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് കേന്ദ്ര സർക്കാർ. അഖില രവീന്ദ്രൻ തരും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. അഖില, രാജ്യം ചർച്ച ചെയ്യുന്ന വലിയ വിഷയങ്ങളിൽ ഒന്നാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ദീപികയിലെ മുഖപ്രസംഗത്തിന് പിന്നാലെ പിതാക്കന്മാരെല്ലാം തന്നെ ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കുകയും ഈ ക്ലിമിസ് ബാവി ആവട്ടെ, മാർ കൂർലോസ് ആകട്ടെ ഒക്കെയും ഈ പാംപ്ലാനി, മാർ ജോസഫ് പാംപ്ലാനി ആകട്ടെ ഒക്കെയും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുന്ന അടുത്ത ഇടപെടൽ എന്താണ്? ഇനിയിപ്പോൾ ഇവരുടെ ഈ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണല്ലോ. പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഗുരുതര കുറ്റങ്ങളാണ് ഈ സിസ്റ്റർമാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇത് വലിയ നിയമപ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വലിയ ആരോപണമാണ് ഉയർത്തുന്നത്. നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്ന തരത്തിലൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടുള്ളത്. അതും ഇതിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇന്നലെ തന്നെ സഭാ നേതൃത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഈ കേസിനെ വളരെ നിർണായകമായി അല്ലെങ്കിൽ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലേക്കും നിയമവിദഗ്ധരും സഭാംഗങ്ങളും വിവിധ ഫാദർമാരും എല്ലാം എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പ്രതിഷേധവുമായി പാർലമെന്റ് അങ്കണത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിന് പുറത്ത് തന്നെ പ്രതിപക്ഷം അണിനിരന്നിരുന്നു. LDF UDF വെവ്വേറെയായിരുന്നു ഇന്നലെ പ്രതിഷേധമെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സഭയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എന്നത് നമ്മൾ കണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെയും കേരളത്തിനകത്തും പുറത്തുമായി പ്രതിഷേധങ്ങൾ ഉയരുന്നുമുണ്ട് എന്നതും വളരെ വലിയ വസ്തുതയാണ്. അതുമാത്രമല്ല, ഈ പ്രതിഷേധങ്ങൾക്ക് സഭാ നേതൃത്വം കൂടി രംഗത്തെത്തുകയാണ്. വലിയ വിമർശനമാണ് ഇന്നലെ സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ സേതു പറഞ്ഞതുപോലെ ഇതിൽ മൗനം തുടരുകയാണ് കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഇന്നെന്തായാലും ഛത്തീസ്ഗഡിലേക്ക് തിരിക്കുകയാണ്. പ്രതീക്ഷയേകുന്ന ഒരു വാർത്ത നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സേതു, ശരി അഖില.